നിങ്ങൾ ആദ്യമായിട്ട് ആണ് ചാനൽ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു പഠന വൈകല്യങ്ങളിൽ ഉണ്ടാകാനുള്ള മെയിൻ കാരണം ശ്രദ്ധ കുറവാണ്. പ്രത്യേകിച്ചും മാത്തമാറ്റിക്സിന്റെ കാര്യത്തിൽ 80% കുട്ടികൾക്കും കേരളത്തിൽ ശ്രദ്ധ കുറവ്. കേരളത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ നമ്മളൊരു ചെറിയൊരു പഠനം നടത്തി മനസ്സിലായത് 80% കുട്ടികളും ശ്രദ്ധ കുറവ് കാര്യമായിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ് സിലബസിനെ കുറച്ച് കാണിച്ച് പറയല്ല, മറ്റ് സിലബസുകൾ നമ്മൾ പഠനം നടത്തിയത് സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, 80% കുട്ടികളിൽ ശ്രദ്ധ കുറവ്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഒന്ന്, കൃത്യമായിട്ടുള്ള ഉറക്കം ഇല്ല. പല വീടുകളിലും പല സമയത്താണ് കുട്ടികൾ ഉറങ്ങാൻ പോകുന്നത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം വളരെ വളരെ കുറവാണ് കുട്ടികൾക്ക്. മാതാപിതാക്കളും ആ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്നില്ല. പ്രത്യേകിച്ചും മൊബൈൽ ഗെയിമുകളും മൊബൈലിന്റെയും ഒക്കെ ഉപയോഗം, ടിവിയുടെ ഒക്കെ രാത്രി 10, 12, 1 മണി 2 മണി വരെയൊക്കെ ഗെയിം കളിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് നേരത്തെ നിൽക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ കുട്ടികളിൽ കൃത്യമായിട്ട് ഉറക്കം, കുട്ടികൾ 8 മണിക്കൂർ ഉറങ്ങിയിരിക്കണം, അല്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും ഉറക്കം ഉണ്ടായിരിക്കണം. ഈ കൃത്യമായിട്ടുള്ള ഉറക്കം ഇല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധ കുറവുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ആ കാര്യം പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികൾ കൃത്യമായിട്ട് early to go bed and early to wake up. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ അമിത ഉപയോഗം. അതിപ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇന്ന് ഇതിന്റെ വലിയൊരു ബ്രഹ്മാത്മക ലോകത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്, ദോഷവശങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഷോർട്സ്, റീൽസ് ഒക്കെ നമ്മൾ കുട്ടികൾ കണ്ടമാനം കാണുന്നു, വലിയവരായാലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ്റെ വളർച്ചയൊന്നും പൂർത്തിയാവാത്ത, ഏകദേശം സ്ത്രീകളിൽ അത് പെൺകുട്ടികൾ 18 വയസ്സിലും ആൺകുട്ടികൾ 21 വയസ്സിലുമാണ് സാധാരണ ഇതിൽ ഒരു ശാരീരിക വളർച്ച പൂർണ്ണമാകുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം കണ്ണുകൾക്കും അതുപോലെ തന്നെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനെ പോലും ഇത് സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, രാജ്യത്ത് മൊബൈൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം കുട്ടികളിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്രയും ഒരു ഡെവലപ്ഡ് കൺട്രി ഇങ്ങനെ ബാൻ ചെയ്തതിന്റെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിൽ അത് നടക്കില്ല. പക്ഷെ നമുക്ക് മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അവർക്ക് അത് എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാതിരിക്കുക, അതും അത്ര എളുപ്പമുള്ള കാര്യമല്ല എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ സ്ക്രീൻ ടൈം നമ്മളെ മെഡിക്കൽ സയൻസ് അനുവദിച്ചിരിക്കുന്ന സമയത്തിൽ കൂടുതൽ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. കൊടുക്കണമെങ്കിൽ തന്നെ ഇതിന്റെ പ്രശ്നം ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകുന്ന കുട്ടികളുടെ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം മൊബൈൽ വീഡിയോയിൽ കാണുന്ന പോലെ ചടുലമായ ഒരു ടീച്ചറിനും സംസാരിക്കുവാനോ ക്ലാസ് എടുക്കാനോ സാധിക്കില്ല. അപ്പൊ ആ കുട്ടികളിൽ അങ്ങനെ ഒരു ആ ഒരു ഡോപ്പമിനാണ് ആ സമയത്ത് ക്രിയേറ്റ്. ആ ഡോപ്പമിൻ കിട്ടാതെ വരുമ്പോൾ കുട്ടിക്ക് അതിൽ ശ്രദ്ധ കുറവൊക്കെ സ്വാഭാവികമായിട്ട് തോന്നാം. അപ്പൊ ആ ഒരു ഇത് ചെയ്യണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ സമയം കുറവായിട്ട് അവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം നമുക്ക് പിന്നീട് മറ്റു വീഡിയോ ചെയ്യണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശരീര വ്യായാമമില്ലായ്മ. നമുക്കറിയാം, കുട്ടികൾ കൂടുതലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് കളിക്കാനാണ്. അവർക്ക് ഓടി കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത് കുട്ടികളില്ല. നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാരും കുട്ടികളൊക്കെ പുറത്തുണ്ട്. അപ്പോൾ കളിക്കുവാൻ കുട്ടികൾക്ക് മറ്റു കുട്ടികളില്ല, സ്കൂളിലല്ലാതെ വീടിന്റെ പരിസരങ്ങളില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ വസ്തുതയാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാതാപിതാക്കളും അതാത് സ്ഥലത്തുള്ള കുടുംബങ്ങളും അല്ലെങ്കിൽ പഞ്ചായത്തും ഒക്കെ അതിൽ ചേർന്നിട്ട് എല്ലാ പ്രായക്കാലത്തുള്ള കുട്ടികളും കളിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഒരു കാര്യം, എനിക്ക് ബാങ്കോക്ക് സന്ദർശിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ അവിടെ ഞാൻ പല സ്കൂളുകളിലൊക്കെ പോയപ്പോൾ വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ എല്ലാ കുട്ടികളും അവരുടെ സ്കൂളിനോടും അതുപോലെ ഗ്രൗണ്ടുകളിലൊക്കെ കളിക്കുന്ന ഒരു സമ്പ്രദായം കാണാനായിട്ട് പറ്റി. അപ്പോൾ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ശരീരത്തിലുള്ള ഹോർമോണുകളെ കുറിച്ചും വ്യായാമത്തിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ അറിയാൻ താല്പര്യം നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് അതും ചെയ്യാം.